ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ ചെഫായി ജോലി നോക്കുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ മാന്ത്രികതയുണ്ട്. രവിയേട്ടാ, കസ്റ്റമേഴ്സ് എല്ലാരും നിങ്ങളുടെ പാവ് ഭാജി നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. താങ്ക് യു മോനെ. ചേട്ടാ, വല്ലപ്പോഴും ഞങ്ങൾക്കും പാവ് ഭാജി ഉണ്ടാക്കി തരണേ. ഇന്ന് ഹോട്ടൽ മൂടിയുണ്ട്, ഞാൻ ഉണ്ടാക്കി തരാം. ഇവിടുന്ന് കഴിച്ചാൽ ബോസ് ചീത്ത പറയും. നിങ്ങളൊരു കാര്യം ചെയ്യാമോ, ഞങ്ങൾക്ക് ഒരു പാർസൽ ഉണ്ടാക്കി തരാൻ പറ്റുമോ ഏട്ടാ? അന്ന് രവി ഡ്യൂട്ടി സമയത്തിനു ശേഷം പാവ് ബജി ചെയ്തു. എന്നിട്ട് അദ്ദേഹം അതിനെ പാർസൽ ബോക്സിൽ ഇട്ടുവെച്ചു. അത് അദ്ദേഹം ജോലിക്കാർ രണ്ടുപേർക്കും ഓരോന്ന് കൊടുത്തിട്ട് പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ഒന്ന് അദ്ദേഹത്തിനായി എടുത്തുവെച്ചു. അവർ രണ്ടുപേരും ഒരുപാട് സന്തോഷിച്ചു. രവിക്കും സന്തോഷമായി. സന്തോഷത്തോടെ രവി വീട്ടിലേക്ക് പോയി. ഇതാ സുജ, പാവ് ഭാജി. അല്ല, എന്താ കാര്യം? ഇന്ന് ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നും പാവ് ബജി വന്നിരിക്കുകയാണോ? കൊള്ളാമല്ലോ. ഇത് നന്നായിട്ടുണ്ടല്ലോ. ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പാവ് ഭാജി നീ 5 സ്റ്റാർ ഇട എന്നാണോ പറയുന്നത്? ഇതിനു വേണ്ടി തന്നെ ഞാൻ സ്വന്തമായിട്ടൊരു റെസ്റ്റോറന്റ് തുടങ്ങണമെന്ന് തോന്നുന്നു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നമ്മൾ തീർച്ചയായും റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യും. ആഗ്രഹമുണ്ട്, പക്ഷെ ഇതൊക്കെ എങ്ങനെ നടക്കാനാ? വീട് നോക്കാനുണ്ട്, കുട്ടികൾ നോക്കാനുണ്ട്. ഇതൊക്കെ എല്ലാ പൊറുപ്പും ഞാനല്ലേ നോക്കണ്ടേ? അതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. വിശ്വാസം ഉണ്ടായ എല്ലാ കാര്യങ്ങളും നടക്കും. അപ്പോഴാണ് പിങ്കിയും അർണവും ട്യൂഷനിൽ നിന്നും വീട്ടിലേക്ക് വന്നത്. അച്ഛാ, അച്ഛാ, ഇന്ന് നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ആയിട്ട് കാര്യം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. പാവ് ബജിയല്ലേ? നിനക്കെങ്ങനെ അറിയാം? കാരണം എനിക്ക് പാവ് ബജി വളരെ ഇഷ്ടമാണ്. വാ, കണ്ടില്ലേ, അച്ഛന് എല്ലാം അറിയാം. സുധാ, കുട്ടികൾക്ക് പാവ് ബജി കൊണ്ടുവരൂ. ഇന്ന് എന്റെ മക്കള് ആ ഫേമസ് ആയ പാവ് ബജി കഴിക്കണം. നിങ്ങളുടെ പാവ് ബജി യഥാർത്ഥത്തിൽ ഫേമസ് ആണോ? ഇപ്പോ ഇല്ല, പക്ഷെ തീർച്ചയായിട്ടും. വരൂ വരൂ, കഴിക്കാം. നന്നായിട്ട് വിശക്കുന്നുണ്ട്. എല്ലാരും ഒന്നിച്ചിരുന്ന് വളരെ സന്തോഷത്തോടെ പാവ് ബജി കഴിച്ചു. നിങ്ങൾ എന്നെക്കാളും വളരെ നന്നായിട്ടുണ്ടാക്കുന്നുണ്ടല്ലോ. താങ്ക് യു. നിങ്ങൾ തീർച്ചയായും റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യും. ശരി. ഒരു ദിവസം എന്തു പറ്റിയെന്നാൽ രവി ഹോട്ടലിൽ പാവ് ബജി ചെയ്യുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ അവിടേക്ക് വന്നു. അളിയ, ഈ കാര്യം നിന്റെ അടുത്ത് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയുന്നില്ല. അതായത് നിങ്ങളെ ജോലി വിട്ടവർ നീക്കി കളഞ്ഞു. പക്ഷെ എന്തിന്? ഹോട്ടലിലെ കച്ചവടം വളരെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആൾക്കാരെ കുറയ്ക്കുകയാണ് മാനേജറുടെ തീരുമാനം. അതുകൊണ്ട് ഒറ്റൊരു ഷെഫ് മതി എന്നാ പറയുന്നത്. അതുമാത്രല്ലാതെ ഒരേ ഒരാള് ഫാസ്റ്റ് ഫുഡ് ഐറ്റം എല്ലാം ചെയ്യണം പോലെ ആള് വേണമെന്ന് ആവശ്യപ്പെടുന്നത്. അതുപോലെയുള്ള ഒറ്റൊരാൾ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ബോസ് അദ്ദേഹം അതുമാത്രം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്ത് ചെയ്യാനാ? അതുകൊണ്ട് നിങ്ങൾ ഈ ജോലി ഇന്ന് പുറത്താക്കി കഴിഞ്ഞു. രവി ഒരുപാട് വിഷമിച്ചു. തനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അദ്ദേഹം ആലോചിച്ചു. അദ്ദേഹം വീട്ടിലേക്ക് പോയി നടന്ന കാര്യങ്ങളൊക്കെ സുധയോട് പറഞ്ഞു. നിങ്ങൾ വിഷമിക്കേണ്ട ചേട്ടാ, നിങ്ങൾക്ക് വേറെ ഹോട്ടലിൽ ജോലി കിട്ടും. നീ പറയുന്നത് പോലെ വേഗം കിട്ടിയാ മതിയായിരുന്നു. രവി ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി ചോദിച്ചു ചെന്നു. പക്ഷെ എവിടെയും അദ്ദേഹത്തിന് ജോലി കിട്ടിയില്ല. ഇങ്ങനെ മാസം 1 കടന്നുപോയി. അദ്ദേഹം ഒരുപാട് വിഷമിച്ചു. അന്ന് അദ്ദേഹം വീട്ടിലേക്ക് വന്നപ്പോൾ അദ്ദേഹം കരയാൻ തുടങ്ങി. എന്തിനാ കരയുന്നത്? ഇന്നില്ലെങ്കിൽ നാളെ തീർച്ചയായും ജോലി കിട്ടും. ഞാൻ എത്രയോ ഹോട്ടലില് ജോലിക്ക് വേണ്ടി ശ്രമിച്ചു. എനിക്ക് വയസ്സായത് കൊണ്ട് ജോലി തരാൻ സമ്മതിക്കുന്നില്ല. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാണ്? ജോലി ഇല്ലെങ്കിൽ എന്താ? നിങ്ങളുടെ കയ്യിൽ കഴിവുണ്ടല്ലോ. നിങ്ങൾ സ്വന്തമായി ഒരു റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യൂ. പക്ഷെ സുധ, റെസ്റ്റോറന്റ് തുടങ്ങണമെങ്കിൽ കുറച്ച് കാശ് വേണ്ടേ? അത് എവിടുന്ന് വരാനാണ്? എന്റെ സ്വർണങ്ങളുണ്ടല്ലോ. സുധ, അതിലിന്ന് 2-3 ലക്ഷങ്ങളെ കിട്ടുള്ളൂ. അതുപയോഗിച്ച് നമുക്കൊരു ചെറിയ റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. നിങ്ങൾ ട്രൈ ചെയ്തു നോക്കൂ. എനിക്ക് നിങ്ങളുടെ ജോലിയെ കുറിച്ച് നല്ല വിശ്വാസമുണ്ട്. ശരി. രവി സുധയുടെ എല്ലാ സ്വർണവും പണയം വെച്ചു. എന്നിട്ട് അവൻ കാശ് വാങ്ങി. ആ കാശ് ഉപയോഗിച്ച് രവി മാർക്കറ്റിന് നടുവിലായി ഫാസ്റ്റ് ഫുഡ് ജോയിന്റ് എന്ന് പേരുള്ള ഒരു ചെറിയ കട തുടങ്ങി. ആ കടയിൽ സാൻഡ്വിച്ച്, ഫ്രാങ്കി, മോമോസ്, പിന്നെ രവിയുടെ സ്പെഷ്യലായ പാവ് ബജിയും ഉണ്ടായിരുന്നു. ചേട്ടാ, ഒരു പാവ് ബജി തരൂ. എനിക്കൊരു ചീസ് സാൻഡ്വിച്ച് തന്നോളൂ. രവിയുടെ റെസ്റ്റോറന്റ് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്നു. മാർക്കറ്റിന്റെ നടുവിലായതുകൊണ്ട് കസ്റ്റമേഴ്സിന്റെ കൂട്ടം എപ്പോഴും വന്നുകൊണ്ടേയിരുന്നു. ചില മാസങ്ങൾക്കകം തന്നെ രവി അവന്റെ ഭാര്യയുടെ സ്വർണമൊക്കെ തിരിച്ചെടുത്തു. ഇതാ സുധാ, നിന്റെ സ്വർണങ്ങൾ.
ദൈവത്തിന്റെ അനുഗ്രഹം നമുക്കുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റെസ്റ്റോറന്റ് ഫേമസ് ആയല്ലോ. പിന്നെ അല്ലാതെ എന്റെ കയ്യിലല്ലേ മാന്ത്രികമുള്ളത്. അത് ശരിയാണ്. രവിയുടെയും സുധയുടെയും ജീവിതത്തിൽ കുറച്ച് സന്തോഷം വരാൻ തുടങ്ങിയതേ ഉള്ളൂ. അതിനകം ഒരു വലിയ പ്രശ്നവും വന്നു. രവിയുടെ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറന്റിന് മുൻപിലായി ഒരു പാവ് ബജ്ജി കടയും വന്നു. ആ തള്ളുവണ്ടി കടയിൽ പാവ് ബജ്ജി വെറും 50 രൂപയെന്ന് എഴുതിയിരുന്നു. ഈ വില കണ്ടിട്ട് എല്ലാ കസ്റ്റമേഴ്സും രവിയുടെ കടയ്ക്ക് പകരം ആ കടയിൽ ചെന്ന് പാവ് ബജ്ജി കഴിക്കാൻ തുടങ്ങി. ഇതെന്താ പുതിയ പ്രശ്നമാണല്ലോ. ഞാൻ പാവ് ബജി 50 റുപ്യയിൽ താഴെ വിറ്റാൽ അതിനുശേഷം എനിക്ക് ലാഭം എങ്ങനെയാ കിട്ടുക? ഞാൻ ഈ ഹോട്ടൽ എങ്ങനെയാ നടത്തുക? രവിയുടെ വരുമാനം മൊത്തം നഷ്ടമായി. അടുത്ത കുറച്ചു ദിവസങ്ങൾ രവി ആലോചിച്ചുകൊണ്ടേയിരുന്നു എങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്നും പുറത്തു വരുന്നതെന്ന്. ഞാനിവിടെ വില കുറച്ചിട്ടില്ലെങ്കിലേ ഇവിടെ കഴിക്കാൻ ആരും വരില്ല എന്ന് നന്നായിട്ട് മനസ്സിലായി. നാട്ടിലുള്ളവർ എല്ലാരും അവിടെയാണല്ലോ കഴിക്കുന്നത്. ഇപ്പൊ എന്ത് ചെയ്യാനാ? രവി ആലോചിച്ചു ഇപ്പോൾ എന്തു ചെയ്യാമെന്ന്. അവൻ വീട്ടിലേക്ക് പോയതിനു ശേഷവും ആലോചിച്ചുകൊണ്ടേയിരുന്നു. സുധാ, ഞാൻ പുതിയതായിട്ട് എന്താ ചെയ്യേണ്ടത്? എനിക്ക് മനസ്സിലായില്ല. ഞാൻ പാവ് ഭാജി 50 റുപ്യന്റെ താഴെ വിറ്റാൽ പിന്നെ അതിനുശേഷം എനിക്ക് ലാഭം വരികയില്ല. പിന്നെ കസ്റ്റമേഴ്സ് എല്ലാരും പുറത്തുള്ള തള്ളുവണ്ടിയിലാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ എന്താ ആലോചിച്ച് വെച്ചാൽ ഞാൻ പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന്. അതായത് ഇതുവരെ ആരും കേട്ടിട്ടുണ്ടാവാൻ പാടില്ല. സുധ തന്റെ അടുക്കളയിലുണ്ടായിരുന്ന മസാല തിരിഞ്ഞു നോക്കി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മുടെ ഗ്രാമത്തിൽ കറുപ്പ് മസാലയുണ്ടല്ലോ. നിങ്ങൾ ആ മസാല ഉപയോഗിച്ച പാവ് ബജ്ജി ചെയ്യുകയാണെങ്കിൽ അത് വളരെ പുതിയതായിരിക്കും. കറുപ്പ് പാവ് ഭാജി? അതെ, കറുപ്പ് പാവ് ബജ്ജി. അത്രയും തന്നെ. രവിക്കും സുധയ്ക്കും ഒരു ഐഡിയ കിട്ടി. അടുത്ത ദിവസം റെസ്റ്റോറന്റ് പുറത്തായി ഒരു ബോർഡ് വെച്ചു, സ്പെഷ്യൽ കറുപ്പ് പാവ് ബജ്ജി. രവി അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ പാവ് ബജ്ജി ചെയ്യാൻ തുടങ്ങി. ഒരുപാട് ആൾക്കാർ ആ ബോർഡ് നോക്കിയിട്ട് അവിടേക്ക് വന്നു. ഒരു യൂട്യൂബറിന്റെ ശ്രദ്ധയും ആ ബോർഡിൽ കണ്ടു. അവർ റെസ്റ്റോറന്റിനകത്തേക്ക് വന്നു. രവി അവർക്ക് കറുപ്പ് പാവ് ബജ്ജി സെർവ് ചെയ്തു. ഹലോ ഫ്രണ്ട്സ്, ഇവിടെ നോക്കൂ, നമ്മുടെ മുൻപിൽ ഇരിക്കുന്നത് കറുപ്പ് പാവ് ബജ്ജിയാണ്. വരൂ നമുക്ക് കഴിക്കാം. യൂട്യൂബർ ആ പാവ് ബജ്ജി കഴിച്ചു. വാവ് വാവ്, വളരെ നന്നായിട്ടുണ്ട്. രവിയുടെ പാവ് ബജ്ജി വീഡിയോ വൈറലായി. ഒപ്പം തന്നെ രവിയുടെ ഫാസ്റ്റ് ഫുഡ് ജോയിന്റ് കടയും ഫേമസ് ആയി. ഇപ്പോൾ ആ ചെറിയ കടയുടെ മുൻപിൽ കസ്റ്റമേഴ്സിന്റെ കൂട്ടമായി നിൽക്കാൻ തുടങ്ങി. സുധയും രവിയും വീണ്ടും ചില ആൾക്കാരെ ജോലിക്കായി വെച്ചു. ആ കറുപ്പ് പാവ് ബജ്ജി എത്രത്തോളം ഫേമസ് ആയെന്നാൽ വളരെ ദൂരെ നിന്ന് പോലും ആൾക്കാർ ആ പാവ് ബജ്ജി കഴിക്കാനായി എത്തി. പതുക്കെ പതുക്കെ രവിയുടെ ആ ചെറിയ ഹോട്ടൽ ഒരു വലിയ 5 സ്റ്റാർ റെസ്റ്റോറന്റ് ആയി മാറി. നിങ്ങൾ എന്റെ സ്വപ്നം സഫലമാക്കിയിരിക്കുന്നു. ആ, പക്ഷെ ഇതൊക്കെ നിന്നെ കൊണ്ടാണ് സംഭവിച്ചത്. ഈ ഐഡിയ വളരെ സൂപ്പറാണ്. കറുത്ത പാവ് ബജ്ജി രവിയുടെ ജീവിതം തന്നെ കളർഫുൾ ആക്കി മാറ്റി. അവന്റെ വിഷമത്തിലായിരുന്ന ജീവിതവും അങ്ങനെ നല്ല രീതിയിൽ മാറി. പിന്നെ അവന്റെ റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യണമെന്നുള്ള സ്വപ്നവും സഫലമായി. ആനന്ദ്പുർ ഗ്രാമത്തിൽ നദിയുടെ നടുവിലായി ഒരു പ്രസിദ്ധമായ ക്ഷേത്രമുണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിനു പുറത്ത് വെങ്കട്ട് ഒരു ചെറിയ സ്റ്റാൾ വെച്ചിരുന്നു. ഈ സ്റ്റാളിൽ അദ്ദേഹം ഇഡ്ലി, വട, പിന്നെ ദോശ വ്യാപാരം ചെയ്തുകൊണ്ടിരുന്നു. ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തന്മാർ വെങ്കട്ടിന്റെ കടയിൽ നിന്നാണ് ആഹാരം കഴിക്കുക. ചേട്ടാ, ഒരു മസാല ദോശ തരൂ. പിന്നെ 2 പ്ലേറ്റ് സാമ്പാർ വടയും വേണം. നിങ്ങൾ ഇരിക്കും സാർ, ഇതിപ്പോ കൊണ്ടുവരാം. വെങ്കട്ടിന്റെ ഭാര്യ ദോശ ചെയ്ത് നൽകും. പിന്നെ വെങ്കട്ട് കസ്റ്റമേഴ്സിന് അത് കൊടുക്കും. വെങ്കട്ട് എല്ലാ കസ്റ്റമേഴ്സിനോടും വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുക. ജനങ്ങൾക്ക് വെങ്കട്ടിന്റെ ദോശ സ്റ്റാളിൽ ദോശ കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ഇവിടെ നോക്കൂ ചേട്ടാ, എനിക്കും 2 ദോശ തരൂ. തീർച്ചയായിട്ടും സുഹൃത്തെ, നിങ്ങൾ ഇരിക്കൂ, ഇതാ ഞാൻ തരാം, നല്ല ചൂടുള്ള ദോശ. വെങ്കട്ടും പൂജയും ചേർന്ന് ഒന്നിച്ചാണ് ജോലി ചെയ്യുക. അതുകൊണ്ട് അവരുടെ വ്യാപാരവും നന്നായിരുന്നു. രണ്ടുപേരും അവരുടെ വ്യാപാരത്തിൽ ഒരുപാട് സന്തോഷിച്ചു. മോനെ, വരൂ മുത്തശ്ശ, നിങ്ങൾ ഇരിക്കൂ, ഞാൻ എന്തെങ്കിലും കൊണ്ടുവരാം നിങ്ങൾക്ക്. വെങ്കട്ട് ദിവസവും ആ പാവപ്പെട്ട അപ്പൂപ്പന് ആഹാരം നൽകുമായിരുന്നു. പക്ഷെ ഇക്കാര്യം തന്റെ ഭാര്യ പൂജയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ഇദ്ദേഹത്തിന് എന്തിനാ ദിവസവും ഇങ്ങനെ ആഹാരം കൊടുത്ത് പഠിപ്പിക്കുന്നത്? ഇദ്ദേഹം ദിവസവും ഫ്രീ ആയിട്ട് കഴിക്കാനായി എത്തുന്നു. പൂജ, വിശപ്പെന്ന് വരുമ്പോൾ ഭക്ഷണം കൊടുക്കുന്നതിൽ നമുക്ക് ഒരു തെറ്റില്ലല്ലോ. ശരി, എന്ന് വെച്ച് നിങ്ങൾ ഫ്രീ ആയിട്ട് ആഹാരം കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം മരിച്ചു പോകുമോ? അദ്ദേഹം വേറെന്തെങ്കിലും വഴി കാണില്ലേ?
ആ ദൈവം നമ്മൾക്ക് കുറെ തന്നിട്ടുണ്ട്. മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ നമ്മൾ ഒരു തെറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ദൈവമേ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യൂ. ഇങ്ങനെ ദാനവും ധർമ്മവും ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ ഭിക്ഷക്കാരൊക്കെ ഇവിടെ വന്ന് ലൈനായി നിൽക്കും. എന്നെ കൊണ്ട് പറ്റുന്നവരെ ഞാൻ ചെയ്തോളും. ബാക്കിയുള്ളത് ദൈവം നോയിക്കോളും. വെങ്കട്ട് ആ പാവപ്പെട്ട അപ്പൂപ്പന് 2 ഇഡ്ഡലിയും വടയും പിന്നെ കുറച്ച് ചട്നിയും വെച്ചു കൊടുത്തു. ആ ദൈവം നിനക്ക് നല്ലത് തന്നെ ചെയ്യട്ടെ മോനെ. ആ വയസ്സായ അപ്പൂപ്പൻ കഴിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവിടേക്ക് ആ ക്ഷേത്രത്തിലെ പൂജാരി വന്നത്. അദ്ദേഹത്തെ കാണാൻ നല്ല വണ്ണിച്ചായിരുന്നു. പൊക്കം കുറവും നല്ല വണ്ണമുള്ള ശരീരവും. ഓം ശക്തി ഹോം. ഓം ശക്തി പൂജാരി, വരൂ, വന്നിവിടെ ഇരിക്കൂ. പൂജ ആ പൂജാരിക്ക് വേണ്ടി ടേബിൾ ക്ലീൻ ചെയ്തു. പിന്നീട് അദ്ദേഹം അവിടെ ഇരുന്നു. നിങ്ങൾ എന്ത് കഴിക്കുന്നു പൂജാരി? 2 പ്ലേറ്റ് വട, 2 പ്ലേറ്റ് ദോശ, 2 പ്ലേറ്റ് ഇഡ്ലി. ഇന്ന് എനിക്ക് ഇത് മതി മോളെ. ദാ ഇപ്പൊ കൊണ്ടുവരാം. പൂജ പൂജാരിയെ സൽക്കരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവളുടെ ഭർത്താവ് വെങ്കട്ട് പറഞ്ഞത്, ഞാൻ ആ പാവപ്പെട്ടവ ആൾ കൊടുക്കാൻ കാരണം അദ്ദേഹം ഒരു പാവപ്പെട്ടവരാണ്. പക്ഷെ ഈ പൂജാരി നല്ല പൈസക്കാരനാണല്ലോ. ഇദ്ദേഹത്തിന് എന്തിനാ നീ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്? ബ്രാഹ്മിൺസിനെ നോക്കി അങ്ങനെ പറയാൻ പാടില്ല. ബ്രാഹ്മിൺസിന് ആഹാരം നൽകുന്നത് നല്ലതാണെന്ന് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന് ദിവസവും ആഹാരം നൽകുന്നത് കൊണ്ട് നോക്കൂ, നമ്മുടെ തൊഴിൽ വളരെ നന്നായി നടക്കുന്നു. എല്ലാം അവരവരുടെ ഇഷ്ടം. നീ ആ ബ്രാഹ്മണ സേവ ചെയ്യൂ. ഞാൻ പോയി എന്റെ ദൈവത്തിനെ ദർശനം ചെയ്തിട്ട് വരട്ടെ. ശരി, പോകൂ. വെങ്കട്ട് ക്ഷേത്രത്തിനകത്തേക്ക് ചെന്നു. ദൈവത്തിന്റെ മുൻപിൽ കൈകൂപ്പി നിന്നു. ദൈവമേ, എപ്പോഴും നിങ്ങൾ എന്റെ കൂടി നിൽക്കണം. പിന്നെ എല്ലാവർക്കും നല്ലത് തന്നെ ചെയ്യണം. എന്റെ ഭാര്യ എന്താ വിചാരിക്കുന്ന വെച്ചാൽ, നിറഞ്ഞ വയറിനെ നിറയ്ക്കാൻ വെച്ചാൽ പുണ്യം ചേർക്കാന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇത് തെറ്റാണെന്ന് എനിക്കറിയാം ദൈവമേ. പക്ഷേ നിങ്ങളുടെ കൃപ അവൾക്കും കിട്ടണം ദൈവമേ. വെങ്കട്ട് താൻ മാത്രമല്ല എല്ലാരും നന്നായിരിക്കണമെന്ന് കരുതുന്നു. അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. തന്റെ ഭാര്യ അറിയാതെ അദ്ദേഹം പാവപ്പെട്ട ജനങ്ങൾക്ക് ആഹാരം നൽകുമായിരുന്നു. ആ ദൈവം നിന്നെ നന്നായിട്ട് വച്ചിരിക്കുമോനെ. വെങ്കട്ടിന് പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് അദ്ദേഹം ഭാര്യ അറിയാതെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ പൂജ വളരെ സ്വാർത്ഥയാണ്. അവൾ ആലോചിക്കുന്നത് എന്തെന്നാൽ അവർക്ക് മാത്രം ദൈവം നല്ലത് ചെയ്യണമെന്ന്. പിന്നെ ഇക്കാര്യത്തിന് വേണ്ടിയാണ് അവൾ ബ്രാഹ്മിൺസിനെ സൽക്കരിക്കുന്നത്. എന്തായാലും ശരി, ഇക്കാര്യം തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നെ വെങ്കട്ടിന്റെയും പൂജയുടെയും ആ ദോശ സ്റ്റാൾ വളരെ നന്നായി പോയിക്കൊണ്ടിരുന്നു. വെങ്കട്ട് പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കും, പിന്നെ പൂജ ബ്രാഹ്മിൺസിനെ സൽക്കരിക്കും. ദിവസവും രാവിലെ ആദ്യത്തെ വള്ളത്തിൽ തന്നെ പൂജയും വെങ്കട്ടും ക്ഷേത്രത്തിലേക്ക് എത്തും. പിന്നീട് അവർ അവിടെ അവരുടെ വ്യാപാരം തുടങ്ങും. പിന്നെ രാവിലെ തന്നെ അവരുടെ കടയിലേക്ക് കസ്റ്റമേഴ്സും എത്തും. കുറച്ചു ദിവസത്തിനകം മഴക്കാലം എത്തി. വെങ്കട്ടും പൂജയും എന്നത്തെയും പോലെ വള്ളത്തിൽ വരികയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്ന് നല്ല മഴ ഉണ്ടാവും തോന്നുന്നുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സ് കുറവായിരിക്കും. അത് സത്യാണ്. പക്ഷേ വരുന്നവരെ നമ്മൾ പട്ടിണിക്കിടാൻ പാടില്ലല്ലോ. അത് പാവല്ലേ. ശരി, ക്ഷേത്രത്തിൽ ആരും വന്നില്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരാം. ശരി. വെങ്കട്ടും പൂജയും നദി കടന്ന് ആ ക്ഷേത്രത്തിനടുത്തേക്ക് വന്നു ചേർന്നു. പിന്നെ എപ്പോഴത്തെയും പോലെ അവർ രണ്ടുപേരും അവരുടെ സ്റ്റാൾ തുടർന്നു. മഴ ഒരുപാട് പെയ്തുകൊണ്ടേയിരുന്നു. ഇന്ന് കസ്റ്റമേഴ്സ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കാം നമുക്ക്. അപ്പോഴാണ് 2-3 പേർ അവരുടെ കടയിലേക്ക് വന്നത്. വരൂ വരൂ ചേട്ടാ, ഇരിക്കൂ. ഞങ്ങൾക്ക് 3 പ്ലേറ്റ് ഇഡ്ലിയും പിന്നെ 2 പ്ലേറ്റ് വടയും വേണം. ശരി ചേട്ടാ, അത് ഇപ്പൊ തരാം. പൂജ ദോശയും വടയും തയ്യാർ ചെയ്തു. പിന്നെ വെങ്കട്ട് അത് കൊണ്ടുപോയി സെർവ് ചെയ്തു. കസ്റ്റമേഴ്സും അത് കഴിക്കാൻ തുടങ്ങി. അവരെല്ലാരും അത് കഴിച്ചു കഴിഞ്ഞു. എന്നാലും മഴ നിന്നതേയില്ല. ഇന്ന് ഈ മഴ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് ഈ മഴ കൊണ്ട് ഈ അമ്പലത്തിൽ ഭക്തர்கள் വന്നിട്ടില്ല. ആ കസ്റ്റമർ വെങ്കട്ടിന് കാശ് നൽകി. ഞങ്ങൾ കുറച്ചു നേരത്തേക്ക് ഇവിടെ തന്നെ നിന്നോളാം. മഴ പോയതിനു ശേഷം ഞങ്ങൾ പോയിക്കോളാം. കുഴപ്പമില്ല ചേട്ടാ. അവരവിടെ ഒരുപാട് സമയം കാത്തുനിന്നു. പക്ഷെ മഴ നിന്നതേയില്ല. പിന്നെ അവർ നനഞ്ഞുകൊണ്ട് നദിയുടെ അരികിലേക്ക് ചെന്നു. ആ നദിയിലെ വെള്ളച്ചാട്ടം കണ്ട് അവർ പേടിച്ചു പോയി. നദിയിൽ ഒരു വള്ളം പോലും ഇല്ലായിരുന്നു. പിന്നെ ആ നദിയിൽ വെള്ളത്തിന്റെ അളവ് കൂടിക്കൊണ്ടേ പോയി. അവരവിടെ നിന്നും വെങ്കട്ടിനരികിലേക്ക് ഓടി വന്നു. എന്നിട്ട് അദ്ദേഹത്തോട് എല്ലാ കാര്യവും അവർ പറഞ്ഞു. ഈ വെള്ളം കൊണ്ട് നമ്മളെല്ലാവരും മുഴുങ്ങി പോകുന്നു തോന്നുന്നു. നമ്മൾ ആരും രക്ഷപ്പെടില്ലെന്ന് തോന്നുന്നു. അപ്പോഴാണ് അവരുടെ മുൻപിൽ ആ പാവപ്പെട്ട അപ്പൂപ്പൻ വന്നത്. രക്ഷിക്കാൻ മേലെ എത്തി നിൽക്കുമ്പോൾ ആരുടെ ജീവൻ എടുക്കാൻ പറ്റുന്ന പറയുന്നത്? ഇവിടെ എല്ലാവരുടെ ജീവിതവും ആപത്തിലാണുള്ളത്. ഇദ്ദേഹം ഇപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ.
അയ്യോ എന്റെ ദൈവമേ, ഞങ്ങൾ എങ്ങനെയെങ്കിലും ആ കരയ്ക്ക് ഒന്ന് മാറ്റി തരണേ. ഞങ്ങൾ എല്ലാരും ഒന്ന് രക്ഷിക്കണം ദൈവമേ. വെങ്കട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ആ പാവപ്പെട്ട വയസ്സായ ആൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്ലേറ്റ് ദോശ കയ്യിലെടുത്തത്. ഞങ്ങൾ എല്ലാരും ഇവിടെ വലിയ ആപത്തിലാണ്, നിങ്ങൾക്ക് ദോശ വേണോ അല്ലേ? എല്ലാരും എന്റെ പുറകിലേക്ക് വരൂ. ആ അപ്പൂപ്പന്റെ പുറകെ എല്ലാരും നദിയുടെ അരികിലേക്ക് ചെന്നു. ആ അപ്പൂപ്പൻ ആ ദോശ പ്ലേറ്റ് താഴേക്ക് വെച്ചു. എന്നിട്ട് തന്റെ കണ്ണുകൾ മൂടി. പിന്നീട് മാന്ത്രികത കാരണം ആ ദോശയുടെ അളവ് വളരെ വലുതായി. ആ ദോശയുടെ അളവ് എത്ര വലുതെന്ന് വെച്ചാൽ ഒരു വലിയ തോണി പോലെയായി. അവിടെ ഉണ്ടായിരുന്ന എല്ലാരും ആശ്ചര്യത്തിലായി. ഇത് മായ നിറഞ്ഞ വലിയ ദോശപ്പടകാണ്. ഈ നദിയെ വളരെ എളുപ്പമായിട്ട് തന്നെ കടന്നു പോകാൻ പറ്റും. നിങ്ങൾ എല്ലാരും ഇതിൽ കേറിയിരുന്നോളൂ. എല്ലാരും ആ വെള്ളത്തിലേക്ക് കേറി. പക്ഷെ അപ്പൂപ്പൻ മാത്രം കേറിയില്ല. നിങ്ങളും വരും മുത്തശ്ശ. ഇല്ല മോനെ, എന്നെ രക്ഷിക്കാൻ മുകളിൽ ഒരുത്തനുണ്ട്, നിങ്ങൾ പോയിക്കോളൂ. ആ അപ്പൂപ്പൻ ആംഗ്യം കാണിച്ചതും തന്നെ ആ തോണി വെള്ളത്തിൽ മിതക്കാൻ തുടങ്ങി. ആ വെള്ളത്തിന് എത്ര ബലമുണ്ടായിട്ടും ആ ദോശ തോണിക്ക് ഒന്നും സംഭവിച്ചില്ല. അകത്തുണ്ടായിരുന്ന എല്ലാരും വളരെ സുരക്ഷിതമായിരുന്നു. അവരെല്ലാരും കരയിലേക്ക് ചെന്നെത്തി. എല്ലാരും ദൈവത്തോട് നന്ദി പറഞ്ഞു. അവരാ തോണിയിൽ നിന്നും ഇറങ്ങിയതും ആ തോണി വെള്ളത്തിനടിയിലേക്ക് മറഞ്ഞുപോയി. ഇന്ന് വെങ്കടിനോടൊപ്പം ചേർന്ന് എല്ലാരും ആ അതിശയം കണ്ടു. അതാണ് വലിയ ദോശ തോണിയുടെ അതിശയം. വെങ്കട് ചെയ്ത പുണ്യം കൊണ്ടായിരിക്കാം അവർക്ക് ആ മഴയിൽ നിന്നും വിമോചനം ലഭിച്ചത്.